തബേബിയ പൂക്കൾ വസന്തം തീർക്കുകയാണ് ബംഗളൂരുവിന്റെ തെരുവുകളിൽ. ഇളം പിങ്ക് പൂക്കൾ കൊണ്ട് മൂടിയ മരങ്ങളാണ് മെട്രോ നഗര തെരുവുകളിലെ ഏറ്റവും മനോഹരമായ വേനൽ കാഴ്ച. ബംഗളൂരുവിൽ നിന്ന് ഞങ്ങളുടെ വീഡിയോ ജേർണലിസ്റ്റ് റിജോ പകർത്തിയ മനോഹരമായ ദൃശ്യങ്ങളൊന്ന് കണ്ടു. ഈ മരത്തിൻ്റെ ഇലകൾ പൊഴിയുമ്പോൾ ഇതിൻ്റെ ഉടലാകെ പൂ പൂക്കുകയാണ്. അതാണ് ബംഗളൂരുവിലെ തബേബുയ വസന്തം. തബേബുയ റോസിയ, പിങ്ക് നിറമുള്ള കോളാമ്പിപ്പൂക്കൾ. ബംഗളൂരുവിലെ തണൽ മരങ്ങൾക്കെല്ലാം ഇപ്പോൾ ഈ നിറമാണ്. ഉദ്യാന നഗരത്തിനൊരു മാന്ത്രിക സ്പർശം നൽകുകയാണ് വിദേശത്തു നിന്ന് വർഷങ്ങൾക്ക് മുൻപ് വിരുന്നെത്തിയ ഈ തണൽ മരങ്ങൾ. ഫെബ്രുവരി മുതൽ മെയ് വരെയുള്ള മാസങ്ങളിലാണ് നഗരത്തിൽ തബേബുയ വസന്തം വിരുന്നെത്തുക. സർജാപുര റോഡ്, മാർത്തഹള്ളി, ഔട്ടർ റിംഗ് റോഡ്, യലഹങ്ക, ഫ്രീഡം പാർക്ക് തുടങ്ങിയ ഇടങ്ങളിലൊക്കെയാണ് കണ്ണും മനസ്സും കുളിർപ്പിക്കുന്ന പൂച്ചന്തം. കാറ്റു വീശുമ്പോൾ അതിലേറെ ചന്തമാണ് കാണാൻ. യൂറോപ്യൻ രാജ്യങ്ങളിലും ബ്രിട്ടനിലുമൊക്കെ നഗരത്തിന് മോടി കൂട്ടാൻ നടുന്ന തണൽ മരങ്ങളാണ് തബേബുയ. ഓരോ രാജ്യത്തെയും കാലാവസ്ഥയനുസരിച്ച് പൂക്കളുടെ നിറത്തിലും രൂപത്തിലും വ്യത്യാസം കാണാം. ബംഗളൂരു കോർപ്പറേഷനും ഹോർട്ടികോർപ്പും 35 വർഷം മുൻപായിരുന്നു തബേബുയ തൈച്ചെടികൾ നഗരത്തിൻ്റെ വിവിധ ഇടങ്ങളിലെ പ്രധാന റോഡരികുകളിൽ നട്ടത്. കഴിഞ്ഞ 6-7 വർഷങ്ങളായി പതിവ് തെറ്റാതെ പൂക്കുകയാണ് ഈ മരങ്ങൾ. വീഡിയോ ജേർണലിസ്റ്റ് റിജോയ്ക്കൊപ്പം റിപ്പോർട്ടർ നദീറ, ഇൻ റിപ്പോർട്ടർ, ബംഗളൂരു. ഞങ്ങളുടെ വീഡിയോ ജേർണലിസ്റ്റ് റിജോയും ഒപ്പം ഞങ്ങളുടെ റിപ്പോർട്ടർ നദീറയുമാണ് ആ ദൃശ്യങ്ങൾ മനോഹരമായി പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. നോക്കൂ, 35 വർഷങ്ങൾക്ക് മുമ്പ് ബംഗളൂരുവിലെ കോർപ്പറേഷൻ്റെ അധികാരികൾ തീരുമാനിച്ചതാണ് തബേബുയ ഈ ചെടികൾ നടാം എന്ന് തീരുമാനിച്ചു വൃക്ഷത്തൈകൾ നട്ടത്. അതിൻ്റെ ഫലം നമ്മൾ ഇന്ന് അനുഭവിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു തൈ വെച്ചാൽ, ഒരു മരം നട്ടാൽ അതിൻ്റെ പ്രയോജനം വരും കാല തലമുറയ്ക്കാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും മനോഹരമായ ഉദാഹരണമാണിത്. തബേബുയ മരങ്ങൾ അങ്ങനെ മനോഹരമായ പൂക്കൾ ഇട്ട് നമ്മളെ പരവതാനിരിക്കുകയാണ് ബംഗളൂരു നഗരത്തിൽ. മനോഹരമായ കാഴ്ചയാണ്. ഇത്തരം കാഴ്ചകളൊക്കെ കാണണമെങ്കിൽ മൊബൈൽ ഫോണിൽ നിന്നൊക്കെ കണ്ണെടുത്ത് നിങ്ങൾ അന്തരീക്ഷത്തിലേക്കും ഈ പറയുന്ന ചെടികളിലേക്കും ഒക്കെ ഒന്ന് നോക്കണം എന്നുള്ളതാണ്.